എല്ലാം നഷ്ടപ്പെടുകയാണെന്ന് തോന്നിത്തുടങ്ങിയ ആ ചെറുപ്പക്കാരൻ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന തോന്നലില് സ്വയം എല്ലാം അവസാനിപ്പിച്ചാലോ എന്ന് തീരുമാനമെടുക്കുന്നു. അതിനിടെ ഫോണിലേക്ക് വന്ന ചില നോട്ടിഫിക്കേഷനുകള് നോക്കാമെന്ന ചിന്തയില് സമൂഹ മാധ്യമങ്ങളില് പരതി ചില വീഡിയോകള് കാണുന്നു. ഒരാള് സ്റ്റേജില് നിന്നുകൊണ്ട് മൈക്കിലൂടെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നൊരു വീഡിയോ കണ്ടു. തന്റെ കാഴ്ച ഉടക്കിയ വീഡിയോ അയാള് മുഴുവൻ കണ്ടു. അതൊരു മോട്ടിവേഷണല് സ്പീക്കറുടെ ക്ലാസ്സായിരുന്നു. അതിലെ വാക്കുകള് ആത്മഹത്യ എന്ന ചിന്തയിൽ നിന്ന് അയാള് പിന്നോട്ട് നടത്തിക്കുന്നു. ആരെയും എപ്പോഴും ഉപദേശിക്കുന്നതിന് പകരം കേൾക്കുന്നയാൾക്ക് എപ്പോഴാണ് ആ ഉപദേശം കൊണ്ട് ഉപകാരമോ ജീവിതത്തിലൊരു വഴിവെളിച്ചമോ ആകുന്നത്, ആ അവസ്ഥയില് നിൽക്കുമ്പോള് ഗുണദോഷിക്കുന്നതാവും അയാളില് മാറ്റങ്ങൾ ഉണ്ടാക്കുക. മുന്നില് വന്നിരിക്കുന്ന ഏതൊരാളുടെയും ജീവിതത്തിലേക്ക് പുതുവഴി തുറന്നിടുന്ന ഒരു മോട്ടിവേഷണല് സ്പീക്കറുണ്ട്. ഗുരുവായൂർ സ്വദേശിയായ ഇദ്ദേഹം ഇങ്ങനെ കൈപിടിച്ചുയർത്തിയത് എണ്ണിത്തിട്ടപ്പെടുത്താനാവാത്ത ആളുകളെയാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം ശ്രദ്ധേയനായ അഭിഷാദ് ഗുരുവായൂർ കുടുംബവുമായി മനസ്സ് തുറക്കുന്നു. ഭാര്യ നഷിത, മക്കളായ അദ്നാൻ, ഐറ എന്നിവർക്കൊപ്പം മടക്കം കുടുംബത്തിൽ നിന്നിറങ്ങി കുടുംബത്തിലേക്കു തന്നെ കൃത്യമായി തിരിച്ചെത്തുന്ന സ്വഭാവക്കാരനാണ് ഞാൻ. രാവിലെ വീട്ടിൽ നിന്നിറങ്ങുന്നു. പ്രോഗ്രാമുകളും യാത്രകളും കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്കു തന്നെ മടങ്ങിയെത്തുന്നു. അതുകൊണ്ടുതന്നെ എന്റെ മിക്ക ക്ലാസുകളിലും കുടുംബം ഒരു വിഷയമാണ്. എന്റെ കുടുംബത്തെക്കുറിച്ച് തന്നെയാണ് മുന്നിലിരിക്കുന്നവരോടും പറയാറുള്ളത്. വീട് നമ്മളെ മാടിവിളിക്കണമെന്ന് പറയാറുണ്ട്. എന്റെ വിജയത്തിന്റെ നട്ടെല്ല് കുടുംബമാണെന്ന് പറയുന്നതിൽ അഭിമാനമേയുള്ളൂ. നഷീദയാണ് ഭാര്യ. ഐറ, അദ്നാൻ മക്കളും. എല്ലാ വിമർശനങ്ങൾക്കും ചെവി കൊടുക്കാറില്ല. ചിലതൊക്കെ ഒരു ചെവിയില് കേട്ട് മറു ചെവിയിലൂടെ വിടും. പ്രത്യേകിച്ച് സോഷ്യല് മീഡിയ കമന്റുകള്. നെഗറ്റീവ് കമന്റുകളായിരിക്കും മിക്കതും. അത് കേട്ട് മനസ്സ് തകർന്നിരുന്നാലും മുന്നോട്ട് ജീവിക്കാനാവില്ല. എന്നാല് വളരെ കാര്യമായി പക്വതയോടെ വിമർശനം പറയുന്നവരുണ്ട്. മഞ്ചേരിയില് ഒരു ക്ലാസ്സിനിടെയുണ്ടായ സംഭവം പറയാം. സാമൂഹിക പ്രവർത്തകയും ഡോക്ടറുമായ ഷിംന അസീസ് എന്നോടൊപ്പം അന്നവിടെ ക്ലാസ് എടുക്കാനുണ്ടായിരുന്നു. എന്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവർ ഒരു കാര്യം പറഞ്ഞു. അഭിഷാദേ, ക്ലാസ് സൂപ്പറായി. എന്നാല് ബോഡി ഷേമിംഗായി ചില പരാമർശങ്ങൾ ഉണ്ടായി. ക്ലാസ്സിനിടെ ഒരു പയ്യനെ പിടിച്ചിട്ട് അടുപ്പീന്ന് വലിച്ചിട്ട വിറകുകൊള്ളി പോലെ എന്നൊരു പരാമർശം അശ്രദ്ധമായി എന്റെ അടുത്തു നിന്നുണ്ടായി. അന്ന് തമാശയായി പറഞ്ഞതാണെങ്കിലും ഷിംനയുടെ ആ തിരുത്തല് എത്ര വലുതായിരുന്നെന്ന് പിന്നീട് ബോധ്യമായി. ആ സംഭവത്തിന് ശേഷം ഒരാള് പോലും ബോഡി ഷേമിംഗ് നടത്തിയിട്ടില്ല. വളർച്ചയെക്കുറിച്ച് സംസാരിക്കാനാണ് ഏറെ ഇഷ്ടം. ഈ വിഷയം എപ്പോഴും എന്റെ സംസാരങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട്. വളർച്ചയാണ് നമ്മുടെ ബഹുഭൂരിപക്ഷം പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം. വളരുക, സാമ്പത്തികമായും സാമൂഹികപരമായും വിദ്യാഭ്യാസപരമായും. എന്റെ സംസാരങ്ങളിൽ ഉൾപ്പെടുത്താൻ താൽപര്യപ്പെടുന്ന മറ്റൊരു കാര്യം സന്തോഷത്തെക്കുറിച്ചാണ്. ഞാൻ പൊതുവെ നല്ല സന്തോഷം ഉള്ളിലുള്ള, സന്തോഷം പ്രകടിപ്പിക്കുന്ന, സന്തോഷം ആളുകൾക്ക് കൊടുക്കുന്ന ഒരാളാണ്. എപ്പോഴൊക്കെ സന്തോഷിക്കേണ്ടതെന്ന് ചോദിച്ചാല് ഓരോ പ്രോസസ്സിലും സന്തോഷിക്കണം. ഒരു കാര്യം സ്വന്തമാക്കി കഴിഞ്ഞിട്ട് സന്തോഷിക്കാൻ നിൽക്കുന്നതിന് പകരം അതിന്റെ ഓരോ പ്രോസസ്സിലും സന്തോഷം കണ്ടെത്തണം. സിനിമയില് കയറണമെന്ന് വർഷങ്ങളായി ആഗ്രഹിച്ച് നടക്കുന്നവരുണ്ട്. സിനിമയില് എത്തുന്നതുവരെ അവരാകെ നിരാശയിലായിരിക്കും. സിനിമയില് എത്തിക്കഴിഞ്ഞിട്ട് സന്തോഷിക്കാം എന്ന് കരുതി നിൽക്കുന്നതിന് പകരം സിനിമയിലേക്ക് പ്രവേശിക്കാൻ നമ്മള് നടത്തുന്ന ഓരോ നടപടിക്രമങ്ങളിലും നമുക്ക് സന്തോഷിക്കാൻ സാധിക്കണം. പല ക്ലാസുകളിലും പറയാറുണ്ട്, ടൂറിനേക്കാള് രസം അതിനുള്ള ഒരുക്കങ്ങളാണ്. പെരുന്നാളിന്റെ ഏറ്റവും വലിയ സന്തോഷം അതിന്റെ തലേ ദിവസമാണ്. ഓണത്തിലേക്കുള്ള യാത്രയാണ് അതിന്റെ സന്തോഷത്തെ നമുക്ക് തരുന്നത്. ക്രിസ്മസ് തലേന്നാണ് സന്തോഷം ഏറെ ലഭിക്കുന്നത്. ലക്ഷ്യം മോട്ടിവേഷണല് സ്പീക്കർ തന്നെ മോട്ടിവേഷണല് സ്പീക്കർ ആയില്ലെങ്കില് വേറെ ആരുമാകാനിടയില്ല. മോട്ടിവേഷണല് സ്പീക്കർ തന്നെയാകും. പല ജോലികൾ ഇതിനിടെ ചെയ്തിട്ടുണ്ട്. അധ്യാപകൻ, ഫോട്ടോഗ്രാഫർ, മാനേജർ, സെയിൽസ്മാൻ, ബിസിനസ്, ഗൾഫിലെ ജോലിക്കാരൻ, അങ്ങനെ അതിന്റെയപ്പുറം മോട്ടിവേഷണല് സ്പീക്കർ ആകണമെന്നതു തന്നെയായിരുന്നു ആത്യന്തിക ലക്ഷ്യം. മോട്ടിവേഷണല് സ്പീക്കറായ കഥ കുവൈത്തില് 2.5 വർഷം ജോലി ചെയ്തിരുന്നു. ആ സമയത്ത് അനിയനാണ് യു കെൻ വെൻ എന്ന പുസ്തകം അയച്ചു തന്നത്. ഇന്ത്യയിലെ മോട്ടിവേഷണല് സ്പീക്കർമാരുടെ ബൈബിള് എന്ന് ഈ പുസ്തകത്തെ വിശേഷിപ്പിക്കാം. ഞാൻ അത് ഉറക്കെ വായിക്കും. അതിലെ ഓരോ വാക്കുകളും മനസ്സിലും ആയാതെ നിന്നു.
അവധിക്ക് വന്നിട്ട് വീണ്ടും കുവൈത്തിലേക്കു തന്നെ മടങ്ങിപ്പോകാൻ മനസ്സുവന്നില്ല. ആ തീരുമാനത്തിന് പുറത്ത് പിന്നീട് വണ്ടി കയറിയത് ബംഗളൂരുവിലേക്കാണ്. ഒരു IT കമ്പനിയിലെ കാള് സെന്ററില് ജോലി ലഭിച്ചു. അവിടെ 6 മാസം. തുടർന്ന് അവധിക്ക് നാട്ടിലേക്ക് വന്നു. തിരിച്ചു ബംഗളൂരുവിലേക്ക് പോകുന്നതിനിടെ ഒരു മണ്ണാർക്കാട്ടുകാരനെ പരിചയപ്പെട്ടു. അയാൾക്ക് മണ്ണാർക്കാട്ടെ കോളേജില് ഒരു സെഷൻ എടുക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനും ഒപ്പം കൂടി. അയാൾക്ക് വല്ലാത്ത ടെൻഷൻ. എന്നോട് ക്ലാസ് എടുക്കാൻ കഴിയുമോന്ന് ചോദിച്ചു. എനിക്കാണെങ്കില് പേടിക്കാനുള്ള സമയം കിട്ടാത്തതുകൊണ്ട് ഞാൻ ആ ഉദ്യമം ഏറ്റെടുത്തു. എന്താണ് സംസാരിക്കുന്നതെന്ന് പോലും അറിയാതെ 1/2 മണിക്കൂറോളം സംസാരിക്കേണ്ടി വന്നു, അതും ഇംഗ്ലീഷില്. എന്റെ ക്ലാസ്സിനു ശേഷം അയാള് ക്ലാസ് എടുക്കുന്നു. അപ്പോഴാണ് ഇങ്ങനെയാണ് സദസ്സിന് മുന്നിൽ സംസാരിക്കേണ്ടതെന്ന ബോധ്യം അവിടെ വെച്ച് എനിക്കുണ്ടായി. അയാള് ക്ലാസ് എടുത്തു തുടങ്ങിയപ്പോ സീൻ ആകെ മാറി. കുട്ടികളൊക്കെ ഉത്സാഹത്തിലായി. ഞാൻ അയാളെ തന്നെ കാതോർത്തു നിന്നു. ആളുകള് കൈയടിക്കുന്നു, ചിരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോൾ മനസ്സിൽ ഒരു വിളി, ഇത് കൊള്ളാലോ. അങ്ങനെ അവിടെ വെച്ച് തീരുമാനിച്ചു, ഇനി ബംഗളൂരുവിലെ ജോലിക്ക് പോകേണ്ടെന്ന്. ബംഗളൂരുവിലേത് അത്യാവശ്യം ശമ്പളമുള്ള ജോലിയാണ്. എന്നാലും മനസ്സുറപ്പിച്ചു നിർത്തി. ബാഗും സാധനങ്ങളും വണ്ടിയുടെ ഡിക്കിയിൽ തന്നെ വെച്ചു. അങ്ങനെ 6 മാസം അയാളുടെ കൂടെ തന്നെ കൂടി. ഇതിന് ശേഷം പാവറട്ടിയിലെ AP നിസാമിന്റെ ഒരു ക്ലാസ്സില് കോഴിക്കോട് വെച്ച് പങ്കെടുക്കാൻ അവസരമുണ്ടായി. ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു അത്. 10 മണിക്ക് ക്ലാസ് തുടങ്ങി. ഇനി നമുക്ക് ലഞ്ചിനു പിരിയാം എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹം 3 മണിക്കൂറിലധികം ഞങ്ങളോട് സംസാരിക്കുകയായിരുന്നെന്ന് ബോധ്യമായത്. ഒരു മൈക്കും അത്യാവശ്യം സംസാര പാടവവുമുണ്ടെങ്കിൽ ആളുകളെ നമുക്ക് പിടിച്ചിരുത്താൻ സാധിക്കുമെന്ന് അതോടെ ബോധ്യമായി. അങ്ങേരെ പോലെ ആകണമെന്ന് ആ നിമിഷം തന്നെ തീരുമാനമെടുത്തു. വർഷങ്ങളോളം അദ്ദേഹത്തിന്റെ കൂടെ സഞ്ചരിച്ചു. പിന്നീട് തൃശൂരിൽ വെച്ചാണ് സ്വന്തമായി ക്ലാസ് എടുക്കാൻ സ്വയം തയ്യാറായി വന്നത്. ക്ലാസ് കഴിഞ്ഞ പാടെ ലഭിച്ച പോസിറ്റീവ് കമന്റുകള് കേട്ട് ഞാൻ സ്തംഭിച്ചുപോയി. മോട്ടിവേഷൻ കൊടുക്കാൻ പോയ ആൾക്ക് ഇങ്ങോട്ട് അതേ നാണയത്തില് മോട്ടിവേഷൻ ലഭിച്ചു. ക്ലാസ് എടുത്ത് റെക്കോർഡ് പല വിഭാഗക്കാർക്കും ക്ലാസ് എടുത്തിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, സെയിൽസ് സ്റ്റാഫ്, ഓട്ടോക്കാർ, ഡ്രൈവർമാർ, കുട്ടികള്, സ്ത്രീകള്, സാധാരണക്കാർ. ആളുകളെ പഠിച്ചിട്ടാണ് ക്ലാസ് എടുക്കുക. അതിലൂടെ എന്റേതായ ശൈലി രൂപപ്പെടുത്താൻ സാധിച്ചു. 6000 പേർക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട്. 10,000 കുട്ടികളെ ഒരുമിച്ചിരുത്തി ക്ലാസ് നൽകിയിട്ടുണ്ട്. ഇതൊരു റെക്കോർഡാണ്. എന്റെ മുന്നിലിരിക്കുന്നത് ആരുമായിക്കൊള്ളട്ടെ, അവരിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ് എന്നിൽ ഞാൻ കാണുന്ന വിജയം. അനുഭവങ്ങളിൽ നിന്ന് ആളുകള് മാറും. എന്നാല് അനുഭവങ്ങൾ ഇല്ലാത്തവരോ? അവർക്കായി അവരുടെ ജീവിതത്തിലേക്കായി ക്ലാസ് മുറികളിൽ വെച്ച് അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇതാണ് ഒരു മോട്ടിവേഷൻ ക്ലാസ്സില് സംഭവിക്കുന്നത്. സോഷ്യൽ മീഡിയ വരുമാനം എടുക്കാറില്ല. ക്ലാസുകളുടെ ചില ഭാഗങ്ങളാണ് റീലുകളായി പബ്ലിഷ് ചെയ്യുന്നത്. 250ഓളം റീൽസ് ഇട്ടതില് ഏകദേശം 80% മില്യൺ അടിച്ചിട്ടുണ്ട്. 10 മില്യൺ വ്യൂ ഉള്ള റീൽസുമുണ്ട്. ഫേസ്ബുക്കിൽ നിന്നോ യൂട്യൂബിൽ നിന്നോ ഇൻസ്റ്റഗ്രാമിൽ നിന്നോ വരുമാനം എടുക്കുന്നില്ല. പ്രമോഷൻ പരിപാടികളും ഇല്ല. പ്രമോഷനിലൂടെ ലഭിക്കുമായിരുന്ന 3 കോടി രൂപ വരെയൊക്കെ വേണ്ടെന്ന് വെച്ചിട്ടുണ്ടാകും. ഇഷ്ടമുള്ള ഓഡിയൻസ് ഞാനുമായി കട്ടക്ക് നിൽക്കുന്ന ഓഡിയൻസ് ആയാല് സൂപ്പറായി. ചില ക്ലാസുകള് നമുക്ക് തന്നെ തോന്നും ബോറാകുമെന്ന്. കാരണം ഓഡിയൻസ് വളരെ പാസീവായിരിക്കും. അങ്ങോട്ട് എന്ത് കൊടുക്കുന്നുവോ അതിനനുസരിച്ച് തിരിച്ചു നൽകുന്ന ഓഡിയൻസ് ആയാല് ആ ക്ലാസ് പൊളിച്ചെടുക്കിയിരിക്കും. അങ്ങനെയായാല് സ്പോണ്ടേനിയസ് ആയി കണ്ടന്റ് ഉണ്ടാക്കാൻ കഴിയും. ഓഡിയൻസിനെ കണക്ട് ചെയ്ത് കിട്ടിയാല് കാര്യങ്ങൾ എളുപ്പായി. 15 വർഷത്തോളമായി മേഖലയില് സജീവമാണ്. 3400-ലധികം പ്രോഗ്രാമുകള് ഇതുവരെ ചെയ്തിട്ടുണ്ട്. 3 വർഷം മുമ്പ് വരെ സാധാരണ പോലെ ക്ലാസ് എടുക്കാൻ പോകുന്നു, തിരിച്ചു വരുന്നു എന്നതായിരുന്നു അവസ്ഥ. നിലവിലെ വീഡിയോകള് വന്ന ശേഷം ജീവിതത്തിലുണ്ടായ മാറ്റം വിസിബിലിറ്റിയും അറ്റൻഷനും വർദ്ധിച്ചു എന്നതാണ്. വീഡിയോകള് സോഷ്യൽ മീഡിയകളില് പോസ്റ്റ് ചെയ്തു തുടങ്ങിയ ശേഷം ഇതുവരെ മൊത്തത്തില് 30 ലക്ഷം ഫോളോവേഴ്സ് ആണുള്ളത്. 25 കോടിയിലധികം വ്യൂസുമുണ്ട്. മറക്കാത്ത മനുഷ്യൻ, ജീവിതത്തില് ഒരിക്കലും മറക്കാനാവാത്ത മനുഷ്യരെന്ന ചോദ്യത്തിന് പെട്ടെന്ന് തന്നെ ഞാൻ പറയും AP നിസാം. എന്റെ മെന്റർ. ഈ മേഖലയിലേക്ക് എന്നെ കൈപിടിച്ചുയർത്തിയ മഹാൻ. അദ്ദേഹത്തോടൊപ്പം പല പ്രോഗ്രാമുകള് ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്യുന്നു. ജീവിതം വളരെ പോസിറ്റീവായി കണ്ട് ആരെയും വെറുപ്പിക്കാത്ത മനുഷ്യൻ.
ഗുരുവായൂരുകാരൻ എന്ന പരിഗണന എവിടെ പോയാലും എനിക്ക് കിട്ടുന്നുണ്ട്. ദേവസ്വത്തിലെ ആളുകള് വന്നിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പൂജ കാര്യങ്ങളെക്കുറിച്ച് വീഡിയോ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ പറയുന്നതൊക്കെ എന്നോട് കാണിക്കുന്ന സ്നേഹത്തോടൊപ്പം പുതിയ ഉത്തരവാദിത്തങ്ങളുമാണ്. ഞാൻ പറയുന്ന കാര്യങ്ങള് ഒപ്പീനിയൻ മേക്കിംഗ് നടത്താൻ ഇടയാക്കുന്നുണ്ടെങ്കില് ആ ഉത്തരവാദിത്തം ഏറെ ഭംഗിയോടെ ചെയ്യണമെന്നതാണ് നിലപാട്. യാത്രകള് ഒരുപാട് ചെയ്യാറുണ്ട്. 1000 പേജ് വായിക്കുന്നതിനേക്കാള് 1 മൈല് യാത്ര ചെയ്താല് മതി എന്നാണല്ലോ. ഓഫ് റോഡ് യാത്രകളൊന്നും മിസ്സാക്കാറില്ല. രസകരമായ ഒരു കാര്യം പറയുകയാണെങ്കില്, എന്റെ നല്ലപോലെ വൈറലായ ഒരു വീഡിയോ ഉണ്ടായിരുന്നു. അതു കണ്ടത് 10 മില്യണിലധികം ആളുകളാണ്. സംഭവം ഇതാണ്: ചർച്ച ചെയ്താല് ട്രിപ്പ് നടക്കാറില്ല എന്ന് പറയുന്ന വീഡിയോ. ഈ വീഡിയോ വൈറലായ ശേഷം ഒരു ദിവസം രാവിലെ ഒരു വണ്ടി വന്നിട്ട് എന്റെ ഫ്ലാറ്റിന് മുന്നില് നിർത്തി. അയാള് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് ഇറങ്ങ്, ഡൽഹിയിലേക്ക് പോകാം എന്ന്. അയാളാവട്ടെ പേരുകേട്ട ട്രാവൽ ഏജൻസിയുടെ ആളുമാണ്. നിങ്ങളിങ്ങനെ പെട്ടെന്ന് വന്നു പറഞ്ഞാല് എനിക്കെങ്ങനെ വരാൻ കഴിയുമെന്ന് അയാളോട് ഞാൻ പറഞ്ഞു. അപ്പോൾ അയാളെന്നോട് പറയുകയാണ്, നിങ്ങളല്ലേ പറഞ്ഞത് പ്ലാൻ ചെയ്യരുത്, പെട്ടെന്ന് ഇറങ്ങി പോകണം എന്നൊക്കെ. അതോടെ എനിക്ക് മനസ്സിലായി വാക്കുകള് സൂക്ഷിച്ച് ഉപയോഗിക്കണം, ഇല്ലേല് പണി കിട്ടും. ഏതായാലും ആ ടൂർ നടന്നില്ല. പിന്നെ ആകെ നടന്നത് അതേക്കുറിച്ചുള്ള ചർച്ച മാത്രമായിരുന്നു. എന്റെ സംസാരം എനിക്കൊപ്പം മറ്റുള്ളവർക്കും ഒരു മാർഗദീപമാകണമെന്നാണ് ആഗ്രഹം. അലസമായിരിക്കല് എളുപ്പമാണ്, അലർട്ട് ആയിരിക്കലാണ് പ്രയാസം. ഇത്രയും പറഞ്ഞു നിർത്തി അഭിഷാദ് തന്റെ തിരക്കുകളിലേക്ക് നടന്നു നീങ്ങി.